നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എങ്ങുമെത്താതെ ആലപ്പുഴ മാന്നാറിൽ കല എന്ന സ്ത്രീയെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയെന്ന കേസ്. 2009 നടന്ന കേസ് പുറംലോകം അറിഞ്ഞത് കഴിഞ്ഞ ജൂലൈയിലാണ്. ഒരു ഊമക്കത്ത് പോലീസിന് ലഭിച്ചു. അതിൽ മാന്നാർ സ്വദേശിയായ കല കാമുകനൊപ്പം ഒളിച്ചോടി പോയതല്ലെന്നും ഭർത്താവും ബന്ധുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടുകയുമായിരുന്നുവെന്നുമാണ് കത്തിലെ ഉള്ളടക്കം. ഈ കത്ത് ചുരുട്ടി കുട്ടയിലിടാതെ പോലീസ് വിശദാന്വേഷണത്തിനിറങ്ങി. കലയെ 15 വർഷമായി കാണാനില്ലെന്നും പിന്നീട് കല പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ പോലീസ് അന്വേഷിച്ചിറങ്ങി. 15 വർഷമായി കലയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, കൊല്ലപ്പെട്ടെന്ന് പോലീസ് തീർത്തു പറഞ്ഞു. പക്ഷേ അത് കോടതി തെളിയിക്കുക തീർത്തും ശ്രമകരമാണ്. കേസിൽ ദൃക്സാക്ഷികളില്ല, കൃത്യം നടന്ന സ്ഥലത്തുള്ള തെളിവുകളുമില്ല. കക്കൂസ് ടാങ്കിൽ കുഴിച്ചുമൂടിയെന്ന് പറയുന്ന മൃതദേഹത്തിന്റെ യാതൊരു അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഒന്നാം പ്രതിയായ ഭർത്താവിനെ ഇതുവരെ നാട്ടിലെത്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കോടതിയിൽ നന്നേ വിയർക്കേണ്ടി വരും. തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ കോടതി വെറുതെ വിട്ടാൽ കല എവിടെ, കലയ്ക്ക് എന്തു പറ്റിയെന്ന ചോദ്യങ്ങൾ അവശേഷിക്കും. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് അനിലിന്റെ അച്ഛൻ തങ്കച്ചൻ പറയുന്നത്. ഇക്കാര്യം അറിഞ്ഞപ്പോൾ വിദേശത്തായിരുന്ന അനിലിനെ വിവരം അറിയിച്ചു. അനിൽ ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ കല വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് പോയ ശേഷം കല തിരിച്ചു വന്നിട്ടില്ലെന്നാണ് തങ്കച്ചൻ പറയുന്നത്. ഇതിനുശേഷം 1.5 വർഷം കഴിഞ്ഞിട്ടാണ് അനിൽ നാട്ടിലേക്ക് എത്തിയത്. അനിൽ കൊലപാതകം ചെയ്തുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് തങ്കച്ചൻ പ്രതികരിച്ചത്. അമ്മ മരിച്ചു എന്ന് കരുതുന്നില്ലെന്നാണ് കൊല്ലപ്പെട്ട ശ്രീകലയുടെ മകൻ പ്രതികരിച്ചത്. അമ്മ ജീവനോടെ ഉണ്ടെന്നാണ് വിശ്വാസം. അമ്മയെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് കരുതുന്നത്. ടെൻഷൻ അടിക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ ഒന്നും കിട്ടില്ല. പോലീസ് അന്വേഷണം തെറ്റായ വഴിക്കാണെന്ന് അച്ഛൻ പറഞ്ഞതായും ശ്രീകലയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനിടെ സഹോദരിയെ കാണാതായിട്ടും പരാതി നൽകാതിരുന്ന ശ്രീകലയുടെ സഹോദരനെതിരെയും ആരോപണമുയർന്നിരുന്നു. കലയുടെ ഭർത്താവ് അനിലുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും പലതും അറിയാമെന്ന സംശയത്തിലും പോലീസ് രാവിലെ മുതൽ വൈകിട്ട് വരെ ചോദ്യം ചെയ്തുവെന്നാണ് സഹോദരൻ പറഞ്ഞത്. പ്രതികളായവരെ എല്ലാം പരിചയമുണ്ട്, അവർ എങ്ങനെ ചെയ്യുമെന്ന് പോലും വിശ്വസിക്കാനാകുന്നില്ലെന്നുമാണ് ഇയാൾ പറഞ്ഞത്. അവരെല്ലാം സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. കാര്യങ്ങൾ അവരോട് ചോദിക്കാനോ അവർ ഇങ്ങോട്ട് ചോദിക്കാനോ വന്നിട്ടില്ല. പ്രതികളെന്ന് സംശയിക്കുന്നവരാരും മോശമായി തന്നോട് പെരുമാറിയിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹമായ ശിക്ഷ കിട്ടണം. താൻ പ്രതികൾക്ക് അനുകൂലമായി നിൽക്കുന്നതായി പോലീസ് പറയുന്നു. വണ്ടി വാങ്ങാനും വീട് വെക്കാനും പ്രതികൾ സഹായിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഒരു പെങ്ങളെ കൊല്ലാൻ കൂട്ടുനിൽക്കുമോ? വീട് വെച്ചതിനും വണ്ടി വാങ്ങിയതിനും പണം വന്നത് എങ്ങനെയെന്ന് തെളിവുണ്ട്. കലയെ പലയിടത്തും കണ്ടതായി പലരും പറയുന്നു. ഭാര്യയോട് ഇതേപ്പറ്റി സംസാരിച്ചു. അവൾക്ക് ഫേസ് ചെയ്യാൻ മടി കാണുമെന്ന് കരുതി. വല്ല ഓട്ടവും ഉണ്ടെങ്കിൽ പ്രതികൾ തന്നെ വിളിക്കാറുണ്ടെന്നും ഇയാൾ പറയുന്നു. ശ്രീകല എന്ന കലയെ ഭർത്താവ് അനിൽ കൊലപ്പെടുത്തിയത് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി. കൊലപ്പെടുത്തിയെന്ന വിവരം വെളിപ്പെടുത്തിയത് പ്രതികളിൽ ഒരാളാണ്. സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചപ്പോഴാണ് പ്രതി സംഭവം വെളിപ്പെടുത്തിയത്. കേട്ടുനിന്നവരിൽ ഒരാൾ വിവരം പോലീസിന് ഊമക്കത്തിലൂടെ അറിയിച്ചു. പിന്നാലെയാണ് അമ്പലപ്പുഴ പോലീസ് കേസിൽ അന്വേഷണം ആരംഭിച്ചത്. ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന അനിലിന്റെ ആദ്യ ഭാര്യയായിരുന്നു കല. ഇരുവരും ഇരുജാതിക്കാരായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു വിവാഹം. പിന്നീട് കലയെ കാണാതായപ്പോൾ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയെന്നാണ് ഭർത്താവ് അനിൽ പറഞ്ഞത്. അന്ന് പോലീസ് സംഭവത്തിൽ കാര്യമായ അന്വേഷണം നടത്തിയില്ല. പിന്നീട് അനിലിന്റെ മാന്നാറിലെ വീട് പുതുക്കിപ്പണിതു. ഇതിനിടെ അനിൽ ഇസ്രയേലിലെത്തി. വീണ്ടും വിവാഹം കഴിച്ചു. ഈ അടുത്താണ് സംഭവത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. വീട്ടിലെ സെപ്റ്റി ടാങ്ക് പൊളിച്ചു നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ പോലീസിന് ലഭിച്ചു. സ്ത്രീകൾ മുടിയിലിടുന്ന ക്ലിപ്പ്, സ്ത്രീകൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തിൽ ഇലാസ്റ്റിക് എന്നിവ ലഭിക്കുകയായിരുന്നു. പരിശോധനയെ കൊലപാതകമെന്ന് സ്ഥിരീക്കാവുന്ന രീതിയിലുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് SP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കലയുടെ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുമ്പോൾ സംഭവത്തിൽ നിർണായക സ്ഥാനമാണ് വലിയ പെരുമ്പുഴ പാലത്തിനുള്ളത്. 2009 യുവതിയെ കൊലപ്പെടുത്തിയത് ഈ പാലത്തിൽ വെച്ചാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവര റിപ്പോർട്ടിൽ പറയുന്നത്. പാലത്തിൽ വെച്ച് കൊല ചെയ്ത മാരുതി കാറിൽ മൃതദേഹം കൊണ്ടുപോയി എവിടെയോ മറവു ചെയ്ത തെളിവ് നശിപ്പിച്ചുവെന്നാണ് FIRലെ സൂചന. പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതികളും പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. തട്ടാരമ്പലം മാന്നാർ പാതയിലുള്ള ഈ പാലം ഈ ക്രൂരകൃത്യത്തിന് തെരഞ്ഞെടുക്കാനും കാരണമുണ്ടെന്നാണ് പോലീസിന്റെയും വിലയിരുത്തൽ. അച്ചൻകോവിലാറിന് കുറുകെയുള്ള പാലമാണിത്. പുഴയ്ക്ക് ഏറെ വീതിയുള്ളതും ഇവിടെ തന്നെ. നിലവിൽ തട്ടാരമ്പലത്ത് നിന്ന് മാന്നാറിലേക്കുള്ള ഒരു പ്രധാന പാത കൂടിയാണിത്. അക്കാലത്ത് ഏറെ വിജനമായ പ്രദേശമായിരുന്നു ഇവിടെ. 2009 ഡിസംബറിലെ ആദ്യ ആഴ്ചയാണ് കൊലപാതകം നടന്നതെന്നും FIRലുണ്ടായിരുന്നു. പാലത്തിൽ 15 വർഷം മുൻപ് തെരുവ് വിളക്കുകൾ ഇല്ലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലത്തിനടുത്ത ഭാഗങ്ങൾ കാടും പടലവും നിറഞ്ഞായിരുന്നു കിടന്നത്. അന്ന് ഇതിലെ ആൾത്തിരക്കും വാഹനത്തിരക്കും കുറവായിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ ഇതിലേക്കുള്ള യാത്ര മിക്കവാറും ഒഴിവാക്കിയിരുന്ന കാലം. ഇത്തരത്തിൽ പ്രദേശത്തെ സാഹചര്യങ്ങൾ അനുകൂലമായതാകാം കൊലപാതകത്തിന് ഇവിടം തിരഞ്ഞെടുക്കാൻ പ്രതികളെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൊലപാതകത്തിന് ശേഷം പുഴയിലേക്ക് മൃതദേഹം തള്ളാത്തത് തന്നെ പ്രതികളെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തു എന്നതിലേക്കുള്ള സൂചനയാണ്. പാലത്ത് നിന്ന് അനിലിന്റെ വീട്ടിലേക്ക് 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കലയെ വിനോദയാത്രയ്ക്കാണെന്ന് പറഞ്ഞ് 2009 ഡിസംബർ ആദ്യവാരം അനിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോയെന്നാണ് KV സുരേഷ് കുമാർ പറഞ്ഞത്.
കലയുടെ തിരോധാനം കൊലപാതകമാണെന്നും സംശയമുണ്ടെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയതും ഇയാളാണ്. ഇയാൾ അനിലിന്റെ ബന്ധുവാണ്. സംഭവ ദിവസം ബന്ധുക്കളായ മറ്റു പ്രതികളെ കൂടെ കൂട്ടി അനിൽ മാന്നാറിനടുത്തുള്ള വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കലയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവര റിപ്പോർട്ടിലുള്ളത്. മൃതദേഹം മാരുതിക്കാറിൽ കൊണ്ടുപോയി മറവു ചെയ്ത് തെളിവുകൾ നശിപ്പിച്ചു. മറവു ചെയ്യാൻ സുരേഷ് കുമാറിന്റെ സഹായം തേടിയെങ്കിലും തയ്യാറായില്ല. പേടി കാരണം ഇത്രനാൾ സുരേഷ് പറഞ്ഞതുമില്ല. പ്രതികൾ എങ്ങനെയാണ് കലയെ കൊന്നതെന്നും എവിടെയാണ് കുഴിച്ചു മൂടിയതെന്നുമുള്ള കാര്യം എഫ്ഐആറിൽ പറയുന്നില്ല. മൃതദേഹം കൊണ്ടുപോയ വാഹനം കണ്ടെത്താനായില്ല. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയവുമുണ്ട്. ആയുധം ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയെങ്കിൽ അത് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ്. മൃതദേഹമോ അവശിഷ്ടങ്ങളോ കണ്ടെത്താനാകാതെ ഒരു കൊലക്കേസും കോടതിയിൽ എത്തിക്കാനാകില്ല. അങ്ങനെ നോക്കിയാൽ ഈ കേസിൽ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കുറ്റപത്രം തയ്യാറാക്കുക എന്നതായിരുന്നു ഏറ്റവും കുഴപ്പിക്കുന്ന ചോദ്യം. കുറ്റപത്രത്തിൽ പ്രതിയാക്കാത്ത ഒരാളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ എങ്ങനെ ഒരു വിദേശത്ത് നിന്ന് നാട് കടത്തും? പണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നിലവിൽ കേന്ദ്ര സർക്കാർ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. തെളിവുകളില്ലാതെ ആരെയും പുറത്താക്കാൻ പല വിദേശ രാജ്യങ്ങളും തയ്യാറാകില്ല. അല്ലെങ്കിൽ രാജ്യരക്ഷ പോലെയുള്ള കേസുകളാകണം. രാഷ്ട്രീയ മാനമുള്ള ചില കേസുകൾ ഉൾപ്പെടെ ഒട്ടേറെ അനാവശ്യ അപേക്ഷകൾ കേരളത്തിൽ ലഭിക്കുന്നതായി CBI ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അതിനാൽ ഇത്തരം ദുർബലമായ കേസുകൾ അതും ഈ പ്രാരംഭഘട്ടത്തിൽ അനുവദിച്ചു കിട്ടാൻ എളുപ്പമല്ല. കൂടുതൽ ശക്തവും ശാസ്ത്രീയവുമായ തെളിവുകൾ വേണ്ടിവരുമെന്നാണ് ചുരുക്കം. പോലീസാകട്ടെ അനിലിനെ കസ്റ്റഡിയിൽ കിട്ടിയ തെളിവുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. കൂടാതെ കസ്റ്റഡിയിലെടുത്ത പ്രതികളെല്ലാം നിലപാട് മാറ്റിയതും പോലീസിന് തലവേദനയായി. ഇവരിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നായിരുന്നു അന്വേഷണ സംഘം കരുതിയത്. കേസിന്റെ തുടക്കം മുതലേ പോലീസിന് വലിയ മീഡിയ ഹൈപ്പ് കിട്ടിയതിന്റെ ആവശ്യത്തിൽ ചില ഉദ്യോഗസ്ഥർ കൊലപാതകമെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു. ഇതിനെതിരെ പോലീസിൽ തന്നെ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു. കലാ സുഹൃത്തായ സൂര്യനൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. കഴിഞ്ഞ കൊല്ലം അടൂരിൽ നിന്ന് കാണാതായ നൌഷാദ് എന്നയാളെ ഭാര്യ കൊലപ്പെടുത്തിയെന്ന സംശയത്തിൽ പോലീസ് വീട് കുഴിച്ച് പരിശോധിച്ചിരുന്നു. കൊലപ്പെടുത്തിയെന്ന് ഭാര്യ ഏറ്റുപറഞ്ഞിരുന്നു. മൃതദേഹം കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ നൌഷാദിനെ തൊടുപുഴയിൽ കണ്ടെത്തുകയായിരുന്നു. അത് കേരള പോലീസിന് വലിയ നാണക്കേടാണ് വരുത്തിച്ചു വെച്ചത്. ഇത്തരം അനുഭവങ്ങൾ മുന്നിലുള്ളപ്പോഴാണ് ആലപ്പുഴ കേസിൽ ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ലാതെ ഭർത്താവിനെ പ്രതി ചേർക്കാനും വിദേശത്തു നിന്ന് നാടുകടത്തി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. കേസിൽ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുള്ളതായി അറിയില്ല. കലയുടെ മൃതദേഹം അനിൽ വന്ന കാറിൽ കണ്ടുവന്ന പ്രദേശവാസിയായ ചായക്കടക്കാരൻ മൊഴി നൽകിയതും നിലവിൽ വിശ്വസനീയമാകില്ല. കാറിൽ ഇരുന്ന കല മരിച്ച നിലയിലാണോ എന്നതിന് തെളിവുകളില്ല. സംഭവം നടന്നിട്ട് ഇത്രയും വർഷമായിട്ടും ചായക്കടക്കാരൻ ഇക്കാര്യം മറ്റാരോടും പറഞ്ഞതുമില്ല. പോലീസിനെയും മറ്റും അറിയിച്ചിട്ടുമില്ല. വിദേശത്തുള്ള അനിലിനെ പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം ഇയാൾ മൊബൈൽ നമ്പർ മാറ്റി. പുതിയ നമ്പറിൽ നിന്നുമാണ് വീട്ടുകാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ മാറ്റിയത് തന്നെ ദുരൂഹമാണെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇയാൾ അടുത്ത കാലത്ത് എങ്ങും നാട്ടിൽ വരാൻ സാധ്യതയില്ല. പോലീസിന് ഇയാളെ കൊണ്ടുവരാനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.